സതീശൻ്റെ മാസപ്പടിയും ദിവസപ്പടിയും കൈപ്പറ്റുന്ന മാപ്രകൾ ആ ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ തിരിച്ചെങ്ങനെ മറുപടി പറയും? ഇങ്ങനെ പറയും, സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. ഇത്രയും നാണം കെട്ട വാക്ക് ശ്രദ്ധിക്കണം, നാണം കെട്ട മാധ്യമ പ്രവർത്തനം. ഒരു കുഴപ്പമില്ലല്ലോ. കേരളത്തിൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചെന്നോ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചെന്നോ മോശമായി പെരുമാറിയെന്നോ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തലക്കെട്ട് കണ്ടോ? ഞങ്ങൾ ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് വാർത്ത വരേണ്ടത്. വെറുതെ കിട്ടിയ ചൊളയല്ല ഇത്. അങ്ങ് ഓസ്ട്രിയ വരെ സതീശൻ പോയി ഒപ്പിച്ചുകൊണ്ട് വന്ന ആ ചൊളയാണ്. ആ ചൊള എണ്ണി കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് വളച്ചൊടിച്ച് കൊടുത്താൽ സഹിക്കാൻ പറ്റൂ? സഹിക്കാൻ പറ്റില്ല. കാര്യം കൊടുക്കുന്നതേ വെറും ചൊളയല്ല, ഇന്ത്യൻ കറൻസിയാണ്. അതും പളപളത്ത ഗാന്ധിയൻ നോട്ടുകൾ. അത് വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിൽ ഏത് സതീശനും ദേഷ്യം വരും ഈ നാട്ടിൽ. അതേ പ്രകടിപ്പിച്ചോളൂ. ഇന്നിപ്പോൾ സുധാകരൻ്റെ അടുത്ത് പോയി ചോദ്യം ചോദിച്ചതാണ് സതീശനെ കൊള്ളിച്ചതും. കാര്യം ഞങ്ങൾ ഒരാളെ ചവിട്ടി മൂലക്കിരുത്തി. അപ്പോൾ അവിടെ നിങ്ങൾ പോയി ഇന്നത്തെ ദിവസം വാർത്താ കച്ചവടത്തിന് ഒരു പ്രതികരണം എടുത്തു. ആർക്കെതിരെ? എനിക്കെതിരെ. എന്നിട്ട് ഞാനും അങ്ങേരും പറഞ്ഞത് സെയിം കാര്യം. നിങ്ങളതിനെ വളച്ചൊടിച്ചു ചിലർ. ആ ചിലരെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് ഞങ്ങളോട് കൂറ് കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ പറയും? നേരത്തെ കേട്ടതുപോലെ കുറച്ച് വിശദമായിട്ട് പറയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു. കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, VD സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് എന്തിനാണ്? അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിക്കാത്ത പരിപാടിയിൽ അനുവാദമില്ലാതെ കടന്നു കയറിയപ്പോൾ കടക്ക് പുറത്ത് എന്നൊരു വാചകം പറഞ്ഞു. എന്തൊരു വേദനയായിരുന്നു. നാണം കെട്ട മാധ്യമ പ്രവർത്തനം. ഇറക്കി വിടും. അങ്ങനെ സതീശൻ്റെ ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും ഓച്ചാനിച്ച് നിൽക്കുന്ന മാപ്രകളെ ഒന്ന് കണ്ടേ. ഒരു പ്രശ്നവും ഇല്ലെന്നേ, ഒരു വാർത്താ വിസ്ഫോടനവും ഇല്ലെന്നേ, അതിൻ്റെ പേര് ഒരു ചർച്ചയില്ല. സതീശൻ ഇതൊക്കെ പറയാം. അത് കുടുംബത്തിലും തറവാട്ടി പറഞ്ഞ മേനോനല്ലേ, സംഘപരിവാറിൻ്റെ അടുത്ത ആളല്ലേ, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളല്ലേ. അദ്ദേഹം പറയുന്നതിനെല്ലാം കുടുംബത്തിനകത്തുള്ള പ്രശ്നം പോലെ ഞങ്ങൾ അങ്ങ് സഹിക്കും. അതാണ് ഈ കേട്ടത്, ഈ കണ്ടത്. കേരളത്തിലെ ഒരു ഇടതുപക്ഷ നേതാവിനും ഒരു മാധ്യമങ്ങളോടും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ KUWJ ആയി, പ്രതിഷേധമായി, ചർച്ചയായി, ബഹളമായി, ലൈവായി, മൊത്തത്തിൽ അൽക്കുൽത്താണ്. ഇത് സതീശനായപ്പോഴത്തേക്കും ആ നാണം കെട്ട വാക്കിനെ പണ്ട് തറവാടുകളിൽ നിന്ന് തമ്പ്രാക്കന്മാർ എന്തെങ്കിലുമൊക്കെ ഉച്ഛിഷ്ടങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ ഇരു കൈ നീട്ടി വാങ്ങി കൊണ്ടുപോകുന്നത് പോലെ നേരെ കൊണ്ടുപോകും. വാർത്ത പോലും അല്ലാതെ അതിനെ അങ്ങ് മുക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ കേട്ട വാചകവും. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന സതീശ മാപ്ര കൂട്ടുകച്ചവടം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചില ചാനലിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന് പറഞ്ഞു. കെ സുധാകരൻ അദ്ദേഹമായിട്ട് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, VD സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് എന്തിനാണ്? അദ്ദേഹം ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയും. ഇത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും.